ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. അത് വീടിന്റെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പഠിക്കുക. അപ്പോൾ ഇവിടെ മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബിജു പാല. ഇവിടെ നമ്മൾ കടന്നു പോകുന്നത് പാല തൊടുപുഴ റൂട്ടില് ഒരു 10 സെന്റ് സ്ഥലത്തില് 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടാണ്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു അനുഭവങ്ങളിൽ നിന്ന് വരുന്നത് ഇത് വീടിന്റെ ബെഡ്റൂമുകള്, ഹോള്, ഡൈനിങ്, കിച്ചണ് എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകള്, കിച്ചണ്, ഹോളൊക്കെയാണ്. കാരണം വീടിനകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗകര്യങ്ങൾ അതിനകത്ത് വേണം. നടക്കാനുള്ള സ്പേസ് വേണം, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയ സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ ഓടിക്കാനായിട്ടുള്ള സ്പേസ് വേണം. അതുപോലെ നമുക്ക് കട്ടിലോ അല്ലെങ്കിൽ ടേബിളോ ഒരു അലമാരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നടക്കാനായിട്ടുള്ള ബെഡ്റൂമിന് വലിപ്പം വേണം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ടോയ്ലറ്റിന് നല്ല വലിപ്പം വേണം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എല്ലാം തികഞ്ഞ, എല്ലാ കൊണ്ടും നല്ല ഉള്ളിൽ നല്ല സൗകര്യപ്രദമായിട്ടുള്ള നല്ല അടിപൊളി വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ചോദിക്കുന്ന വില 90 ലക്ഷം രൂപ, 10 സെന്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂം 3 അറ്റാച്ച്. 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. കംപ്ലീറ്റ് റൂഫ് ചെയ്ത് കേരള തനിമയുള്ള ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നല്ല കമന്റുകൾ എഴുതാനും മറക്കരുത്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നമ്മൾ നല്ലൊരു കേരള സ്റ്റൈല്, കേരള തനിമയുള്ള ഒരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നിൽക്കുക. 2000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ്. ഇവിടെ നമ്മുടെ നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കുകയാണ്. കാരണം ഇവിടെ നല്ല ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ റോഡ് നമുക്കിവിടെ ഒരു 50 മീറ്റർ ദൂരത്തോളം മൺ റോഡാണ്. പക്ഷെ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. നിരപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരിക്കലും റോഡിനൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇത് വലിപ്പം കൊണ്ട് വലിയൊരു കാർ പോർച്ചാണ്. നമുക്കൊരു ഫോർച്യൂണർ, ഇന്നോവ പോലെയുള്ളൊരു വണ്ടി കയറ്റി ഇട്ടാലും പിന്നെ ഒരു 2 ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറും കൂടെ കയറ്റി വെക്കാൻ മാത്രം വലിപ്പമുള്ള വലിയ കാർ പോർച്ചാണ് ഇവിടെ. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഇഷ്ടംപോലെ മുറ്റമുണ്ട്. ഈ മുറ്റത്തിൻ്റെ സൈഡിലാണ് കിണർ വരുന്നത്. ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ അടുത്ത് തന്നെ പാടശേഖരങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കണ്ടമൊക്കെ ഉള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊരിക്കലും ഷോർട്ടേജ് ഉണ്ടാവില്ല. ഇത് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസും നമുക്ക് ഇവിടുന്ന് കാണാം. മുകളിൽ കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്നതാണ്. റൂഫിങ് ഉള്ള നല്ലൊരു വീട്. ഇതാണ് പാലായിൽ ഉള്ള വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് എല്ലാവരും പറയാറുണ്ട്. റൂഫ് ചെയ്ത വളരെ നല്ല ഒരു രീതിയിൽ എടുത്തിരിക്കുന്ന നല്ലൊരു വീട്. തടി കൊണ്ട് പണിതീർത്തിരിക്കുന്ന തടികൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട്, അല്ലാതെ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടളയോ ഇതൊന്നും ചെയ്യാതെ തടി കൊണ്ട് ചെയ്യുന്ന വീട്. ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചുറ്റുവട്ടം ഒന്ന് കാണുകയാണ്. ഇവിടെ നമ്മൾ സൈഡ് വഴി വന്ന ഫ്രണ്ട് വ്യൂവിലേക്ക് വീണ്ടും വന്നു. ഇവിടെയാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. വീണ്ടും നമ്മൾ ഫ്രണ്ട് വ്യൂവിലേക്ക് വരുമ്പോൾ തന്നെ നല്ല മനോഹാരിത നിറഞ്ഞിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇതെന്ന് വീണ്ടും കാണാം. നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടി തന്നെയുള്ള വീട് തന്നെയാണ്. ഫ്രണ്ടിലെ മാത്രമല്ല ബാക്കിലെയും ജനൽപ്പാളികൾ തേക്കാണ്. വലിപ്പമുള്ള കാർ പോർച്ചിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുക. സിറ്റ് ഔട്ടിലെ വാളെല്ലാം കംപ്ലീറ്റ് തേക്കിൻ്റെ തടി കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് തേക്കിൻ തടി കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഭിത്തി. ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാം. നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ഡോറ്. സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ലൊരു ഡിസൈൻ വർക്കുള്ള ഫ്രണ്ട് ഡോറ്. എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ഊഞ്ഞാലൊക്കെ, ചുരൽ കൊണ്ടുള്ളൊരു ഊഞ്ഞാലൊക്കെ മേടിച്ചിട്ടാലൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ലൊരു സിറ്റ് ഔട്ടാണ്.
നമ്മൾ വീട് തുറന്ന് ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം. നല്ല പ്ലാനാണ്, ഒരു സ്ഥലം പോലും വേസ്റ്റായി പോയിട്ടില്ല. അപ്പോൾ ഞാനിതിൻ്റെ ഓണറോട് ചോദിക്കുകയായിരുന്നു ഇതിൻ്റെ പ്ലാൻ വരച്ച എഞ്ചിനീയർ ആരാന്ന്. കാരണം ഒരിട്ടും വേസ്റ്റ് ആവാത്ത രീതിയിൽ നല്ല ഒരു പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർ. ഇവിടെയാണ് നമ്മുടെ ഒരു TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകൾ, നല്ല ഭംഗിയായിട്ടുള്ള ജിപ്സം വർക്കുകളുണ്ട്. മൊത്തം ലൈറ്റുകൾ, അറേഞ്ച്മെൻറ്റുകൾ, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് പാർട്ടീഷൻ വർക്ക് നമുക്ക് കാണാം. അവിടുന്ന് കടന്ന് നേരെ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാളിലെ ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകൾ എന്ന് പറയുന്നത് വളരെ ഒരു അമേസിങ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്കുകൾ തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. നല്ല ഒരു ഡൈനിങ് ഹാള് തന്നെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. ഇവിടെ ഒരു രൂപക്കോട് വെക്കാനായിട്ടുള്ള പോയിൻ്റ്, രൂപങ്ങളൊക്കെ വെക്കാൻ, ദൈവങ്ങളുടെയൊക്കെ രൂപം വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റത്ത് വീണ്ടും TV യൂണിറ്റാണ്. ഇത് ഡൈനിങ് ഹാള്, ഫാമിലി ലിവിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു പോയിൻ്റായിട്ടാണ് ഈ ഹോള് വന്നിരിക്കുന്നത്. അത്രയ്ക്ക് വലിപ്പമുണ്ട്. അപ്പോൾ ഇവിടെയും TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. ബെഡ്റൂമുകളിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കുകളാണ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിരിക്കുന്നത്. നല്ല ജനൽപ്പാളികൾ, വായു സഞ്ചാരം നന്നായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ജനൽപ്പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുക. കബോർഡ് വർക്കുകളുടെ ഒരു വ്യൂ നമുക്കിവിടെ കാണാം. ഇവിടെ കബോർഡ് വർക്കിൻ്റെ അകത്തായിട്ട് വേറൊരു ഡ്രോ കാണാം. നമുക്ക് വല്ല സ്വർണ്ണമാലയോ അല്ലെങ്കിൽ വളയോ അല്ലെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഊരി എടുത്ത് സേഫായിട്ട് വെക്കാവുന്ന രീതിയിൽ ലോക്കോട് കൂടിയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്കാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഫൈബറിൻ്റെ ഡോറ് കൊണ്ടുള്ള ഫൈബറിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നല്ല വലിപ്പമാണ്. ടോയ്ലറ്റ് ആണെങ്കിലും ബെഡ്റൂമുകളാണെങ്കിലും ഹോളാണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ഒക്കെ ഇത് നല്ല എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷവറ് നമുക്ക് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള വർക്കുകളാണ്. എക്സോസ് ഫാനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസറ്റൊക്കെ ആണെങ്കിലും എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. വില നെഗോഷ്യബിളാണ്. നമ്മൾ പറഞ്ഞു 89-90 ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. അത് നമുക്ക് വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ബാക്കി വില കാര്യങ്ങളിലേക്കൊക്കെ പോകാം. വിലയിലൊരിക്കലും കടുംപിടുത്തം പിടിക്കുന്ന ഒരു ഓണറല്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഹാളിലേക്ക് ഇറങ്ങി വീണ്ടും അടുത്ത രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, അതുപോലെ TV യൂണിറ്റിൻ്റെ പോയിൻ്റ്, ഇവിടെ നല്ല ഫാൻസി ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമിൽ ഇന്നത്തെ ചൂട് കൂടിയ കാലാവസ്ഥയിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചൂട് നമുക്കറിയാം, കേരളത്തിൽ 45 ഡിഗ്രിയൊക്കെ ചൂടായിപ്പോയ അതുപോലെയുള്ള കാലാവസ്ഥകൾ നമുക്കറിയാം. തണുപ്പുള്ളപ്പം എന്താ പറയുന്നത്, തണുപ്പും ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായ ഗൾഫിലെ മോഡൽ ചൂടൊക്കെയാണ് ഇവിടെ വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാലഘട്ടങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് AC എന്നൊരു അഹങ്കാരമല്ല, ആവശ്യമാണ് എന്നുള്ള നിലവാരത്തിലേക്കായി. അതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിലാണ് ഇവിടെ കബോർഡ് ചെയ്തിരിക്കുക. ഡ്രസ്സിങ് ഏരിയയ്ക്ക് സമീപത്ത് തന്നെയാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് 15,000 രൂപ തൊട്ട് സോളാർ വാട്ടർ ഹീറ്റർ കിട്ടുമെന്നാണ് ഈയിടെ ഒരാൾ പറഞ്ഞത്. അപ്പോൾ 15,000 രൂപ തൊട്ട് 25,000-30,000 രൂപയുടെയൊക്കെയാണ് നല്ല സോളാർ വാട്ടർ ഹീറ്റർ കിട്ടും. അത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പോയിൻ്റ് ചെയ്തിരിക്കുക, പ്ലംബിങ് ചെയ്തിരിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്.
ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് കാണാം. കോമൺ ആയിട്ടൊരു ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നത് കാണാം. അതിനു മുൻപ് നമുക്കിവിടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. 3 ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഇവിടെയും കബോർഡ് വർക്കുകൾ നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, ഇതിന് പകരമാണ് നമ്മൾ അപ്പുറത്ത് കണ്ട കോമൺ ടോയ്ലറ്റ് ഈ ബെഡ്റൂമിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പകരം ഒപ്പം വെളിയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നാലും, നമുക്ക് വെളിയിൽ നിന്നൊക്കെ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരൊക്കെ വന്നാലും നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുമ്പോൾ ആ ബെഡ്റൂമിൽ കൂടെ കയറിക്കോ എന്ന് പറയുന്ന ഒരു അസൗകര്യം ഒഴിവാക്കാനാണ് ഇങ്ങനെ കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഒരു ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ പക്ഷേ പലരും 3 ബെഡ്റൂമാണോ 3 അറ്റാച്ച്ഡ് മതി എന്നും പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോഴും ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ ആവശ്യമാണ്. ഇത് കോമൺ ടോയ്ലറ്റ് എന്ന് തുറക്കുകയാണ്. നല്ല ടൈല് വർക്കുകൾ, നല്ല ഭംഗിയാണ്. ഒരു പച്ച ഡിസൈനാണ് ഈ ടൈല് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. ഈ ഒരു ഡിസൈൻ ടൈലും അതുപോലെ തന്നെ ഷവറ് കാര്യങ്ങളെല്ലാം ഈ കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഏകദേശം 16ഓളം ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉള്ളതാണ് മീനച്ചിൽ ഹോംസിന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലാണോ ലോൺ വേണ്ടത് ആ തരത്തിൽ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണെന്ന് കേട്ടിട്ടാണ്, ഏത് ബാങ്കുമായിട്ടാണ് നിങ്ങൾ ലോൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാത്തരം ബാങ്കുകളുമായിട്ടും ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില ആൾക്കാർക്ക് മാക്സിമം ലോൺ വേണം, ചില ആൾക്കാർക്ക് കുറച്ച് ലോൺ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി ചിലപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് 50,000-ത്തിനടുത്തേ സാലറി കാണുള്ളൂ. അപ്പോൾ ചില ബാങ്കുകൾ 1 ലക്ഷം രൂപ മിനിമം സാലറി ഉള്ള NRIക്ക് ലോൺ കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, പല ബാങ്കുകളുടെ നിയമങ്ങൾ പലതാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഫൈൽ അനുസരിച്ചാണ് ഓരോ ബാങ്കുകളും എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ മനോഹരമായൊരു കിച്ചണിലേക്ക് നമ്മൾ കയറി. കിച്ചൺ ഒരു മോഡുലാർ കിച്ചൺ പോലെ ACP ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ, നല്ലൊരു മോഡേൺ കിച്ചൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കിച്ചൺ വർക്കാണ്. ഇവിടെ നമ്മുടെ ടൈല് വർക്കൊക്കെ ആണെങ്കിലും കിച്ചൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ആണെങ്കിലും ഏറ്റവും മനോഹരമാണ്. നമ്മൾ ഇവിടെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിൻ്റാണ് അപ്പുറത്ത് കണ്ടത്. അത് നല്ല ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. കിച്ചണും വർക്ക് ഏരിയയും രണ്ടായിട്ടാണ്, പക്ഷേ സെമി പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ പോലെ തന്നെ. അത് കിച്ചൻ്റെ സൗകര്യങ്ങളും ഭംഗിയും ഒന്നും കൂടി മാറ്റുകൂട്ടുകയാണ്. അങ്ങനെ അതിഗംഭീരമായ അതിമനോഹരമായ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോവുക. നമുക്ക് വീട്ടിൽപ്പെട്ട സാധനങ്ങൾ, പാത്രങ്ങൾ, പലചരക്ക് സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുവാനായിട്ടുള്ള ഇഷ്ടംപോലെ സ്പേസുള്ള നല്ലൊരു കിച്ചനാണ്. ഇവിടെ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാൾ വഴി, വലിപ്പമുള്ള ഡൈനിങ് ഹാൾ വഴി, നമ്മുടെ സ്വീകരണ മുറി വഴി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മീനച്ചിൽ ഹോംസിൻ്റെ കഴിഞ്ഞ 11 വർഷമായിട്ടുള്ള സർവീസിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീടുകൾ സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു ഭവനം, നല്ലൊരു രീതിയിലുള്ള 100% സത്യസന്ധമായിട്ടുള്ള സർവീസോടുകൂടി നല്ലൊരു ഭവനം നിങ്ങൾക്കും സ്വന്തമാക്കുവാനായിട്ട്, അത് മീനച്ചിൽ ഹോംസ് വഴി ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.